ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തലേദിവസം അരിയൊക്കെ അരച്ച് വയ്ക്കാൻ മറന്നുപോയാൽ രാവിലെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി സോഫ്റ്റുമായിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള അപ്പം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യം ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള പത്തിരിപ്പൊടിയോ ഇടിയപ്പപ്പൊടിയോ വേണം എടുക്കാനായിട്ട്. 250 ml കപ്പിലാണ് അരിപ്പൊടി എടുത്തിട്ടുള്ളത്. ഇനി അതേ അളവിൽ തന്നെ 1/2 കപ്പ് ചോറും കൂടെ ചേർത്ത് കൊടുക്കുക. നിങ്ങൾ എടുക്കുന്ന ഏത് ചോറാണോ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആദ്യം ഇതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചിട്ട് എടുക്കാം. വെള്ളം കുറവായിട്ട് തോന്നുന്നെങ്കിൽ നമ്മൾ അരച്ചെടുക്കുമ്പോൾ ബാക്കി വെള്ളവും കൂടെ ചേർത്ത് അരച്ചെടുക്കാവുന്നതാണ്. ഇതിവിടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്തപ്പോൾ വെള്ളം കുറവായിട്ട് തോന്നിയതുകൊണ്ട് ഞാനിവിടെ 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടോട്ടൽ 2 കപ്പ് വെള്ളം ഒഴിച്ചാണ് ഇതൊന്ന് അരച്ചെടുത്തിട്ടുള്ളത്. നമുക്കത് അരച്ചെടുത്തത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിപ്പോൾ ബാറ്റർ നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയിൽ വേണം മാവൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. ടോട്ടൽ 2.5 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് 1 മണിക്കൂർ ഇതൊന്ന് ഫെർമെൻ്റ് ആവാനായിട്ട് മാറ്റി വയ്ക്കാം. 1 മണിക്കൂറാകുമ്പോൾ നന്നായിട്ട് തന്നെ മാവെല്ലാം ഒന്ന് ഫെർമെൻ്റായിട്ട് കിട്ടും. മാവ് ഫെർമെൻ്റ് ആൻ വെച്ചിട്ട് 1 മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. മാവെല്ലാം നന്നായിട്ട് തന്നെ ഫെർമെൻ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് ഇനി മാവൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പത്തിനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഇവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഓയിൽ ബ്രഷ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് 1 സ്പൂൺ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പരത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഞാനിവിടെ ചെറിയ അപ്പമായിട്ടാണ് ഒന്ന് തയ്യാറാക്കി എടുക്കുന്നത്. ഇനി നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ഹോൾസ് വന്ന് തുടങ്ങുമ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചും കൂടെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ മുകൾ ഭാഗമെല്ലാം ചെറുതായിട്ടൊന്ന് ഹോൾസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചിട്ട് എടുക്കാം. ഇതിപ്പോൾ വേകാൻ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് ഇനി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഒരെണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി അടുത്തതും ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. പാനിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം ഇതുപോലെ 1 സ്പൂൺ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പരത്തി കൊടുക്കണ്ട, ജസ്റ്റ് ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതിയാകും. എന്നിട്ട് ഹോൾസ് വന്ന് തുടങ്ങുമ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചും കൂടെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. നമുക്കിനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. എല്ലാ അപ്പവും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി സോഫ്റ്റുമായിട്ടുള്ള അപ്പമാണ്. ഏത് കറികളുടെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാവുന്നതാണ്. മുട്ടക്കറിയോ ചിക്കൻ കറിയോ കടലക്കറിയോ ഏത് കറികളുടെ കൂടെ വേണമെങ്കിലും കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ്